ഹനുമാന്റെ ജനനത്തെപ്പറ്റി പൗരാണിക സാഹിത്യത്തിൽ വിഭിന്നങ്ങളായ കഥകളാണുള്ളത്. പരമശിവന്റെ ശക്തി അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടായ ശിശുവാണ് ഹനുമാൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ സന്താനലബ്ധിക്കായി നടത്തിയ പുത്രികാവേഷ്ടി യാഗത്തിൽ നിന്ന് ലഭിച്ച പായസം ഒരു പരുന്ത് അപഹരിച്ചു കൊണ്ടുപോയി. മാർഗമധ്യേ പരുന്തിൻ്റെ കൊക്കിൽ നിന്ന് ആ പായസം താഴെ പോവുകയും അത് വനത്തിലൊരിടത്ത് തപസ്സിൽ മുഴുകിയിരുന്ന അഞ്ജനയുടെ വിരലുകളിൽ പതിക്കുകയും ചെയ്തു. അമൃതതുല്യമായ ആ പായസത്തിൻ്റെ പ്രഭാവത്തിൽ അഞ്ജനയിലൂടെ ഉടലെടുത്ത ശിശുവാണ് ഹനുമാൻ എന്നും പറയുന്നു. അഞ്ജനയുടെ പുത്രൻ ആഞ്ജനേയൻ. ആഞ്ജനേയൻ എന്ന നാമം ഹനുമാൻ ആയതിനു പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. ഒരിക്കൽ കുഞ്ഞ് ആഞ്ജനേയൻ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ കുഞ്ഞ്, വായുദേവൻ്റെ പുത്രൻ ശിവാംശൻ, അമ്മയോട് എന്തൊക്കെയാണ് എൻ്റെ ആഹാരമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അമ്മയായ അഞ്ജന പറഞ്ഞു, ഉദയസൂര്യനെപ്പോലെ പഴുത്തു നിൽക്കുന്ന ഫലങ്ങളെല്ലാം അവന് ആഹാരമായിരിക്കുമെന്ന്. കുഞ്ഞാഞ്ജനേയൻ ജനാല വഴി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പ്രഭാതത്തിൽ തുടുത്തു തിളങ്ങി വിളങ്ങുന്ന സൂര്യനെ കണ്ട് അതു മധുരമുള്ള ഏതോ പഴമാണെന്ന് കുട്ടിക്കുരങ്ങ് വിചാരിച്ചു. ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു. സൂര്യൻ ഏതോ പഴമാണെന്ന് ധരിച്ച് സൂര്യഭഗവാന്റെ നേർക്ക് കുതിച്ചു. തൻ്റെ നേർക്കിങ്ങനെ പറന്നു വരുന്ന കുരങ്ങിനെ കണ്ട് കൗതുകത്തോടെ സൂര്യഭഗവാൻ നോക്കി നിന്നു. ശക്തനായ അവൻ്റെ നിഷ്കളങ്കമായ മുഖം സൂര്യഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ദ്രന് മറിച്ചായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത്രയും അഹങ്കാരം, അതും വെറുമൊരു വാനരൻ. അദ്ദേഹം വേഗം വജ്രായുധം അവൻ്റെ നേരെ ഉപയോഗിച്ചു. ശക്തമായ വജ്രായുധ പ്രയോഗത്താൽ വജ്രായുധം ഹനുവിൽ തട്ടി മുറിപ്പെട്ട് കുരങ്ങ് അവശനിലെ ഭൂമിയിലേക്ക് വീണു. തൻ്റെ കുഞ്ഞ് മുറിവ് പറ്റി നിലം പതിക്കുന്നത് കണ്ട് അവൻ്റെ അച്ഛനായ വായുഭഗവാൻ വേഗം അവനെ എടുത്തു. എന്നിട്ട് പുത്രവത്സലനായ ആ അച്ഛൻ വിഷമത്തോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി. തൻ്റെ മോനിങ്ങനെ നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ വായുദേവന് സഹിച്ചില്ല. അദ്ദേഹത്തിന് വിഷമവും ദേഷ്യവും ഒന്നിച്ചുകൂടി. അദ്ദേഹം എന്തു ചെയ്തു? ദേഷ്യത്താൽ വായുഭഗവാൻ ശക്തമായി ലോകത്തിലുള്ള വായുവെല്ലാം തന്നിലേക്ക് വലിച്ചു. വായു ഭൂമിയിൽ നിന്ന് വേർപെട്ടപ്പോൾ ചരാചരങ്ങൾക്ക് സ്തംഭനാവസ്ഥയുണ്ടായി. ജീവജാലങ്ങൾ ശ്വാസം മുട്ടി മരിക്കുമെന്ന നിലയിലായി. ഉടനെ ബ്രഹ്മാദിദേവകൾ പാതാളത്തിൽ ചെന്ന് വായുവിനെ സാന്ത്വനപ്പെടുത്തി ആഞ്ജനേയനെ ജീവിപ്പിച്ചു. വജ്രായുധം ഹനുവിൽ തട്ടി ക്ഷതമുദ്ര പതിഞ്ഞതിൻ്റെ അടിസ്ഥാനമാക്കി ദേവകൾ ഉണ്ണിക്കുരങ്ങനെ ഹനുമാൻ എന്ന് പേരിട്ടു. ദേവകൾ ഓരോരുത്തരും ഹനുമാന് താഴെപ്പറയുന്ന അനുഗ്രഹങ്ങൾ നൽകി. അഗ്നിദേവൻ, ഒരിക്കലും അഗ്നി ബാധിച്ചിട എന്നും കാലൻ, മൃത്യു നിന്നെ ഒരിക്കലും വരിക്കാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ദേവഗണം, ബലവേഗങ്ങളിൽ നിനക്ക് തുല്യർ ആരും ഉണ്ടാവില്ല എന്ന് വരം കൊടുത്തു. ബ്രഹ്മാവ്, ഗരുഡനിൽ കവിഞ്ഞ കായബലവും നിനക്കുണ്ടാകും എന്നും ബ്രഹ്മമുള്ള അത്രയും കാലം ആയുഷ്മാനായി വാഴ്ക നീ എന്നും അനുഗ്രഹിച്ചു. വായുഭഗവാൻ, ആത്മാധികമായ വേഗത നിന്നിൽ സംഭവിക്കട്ടെ എന്ന് ആശീർവദിച്ചു. മഹാവിഷ്ണു, അത്യന്തം ഭക്തനായി വാഴുക ആയുഷ്കാലം എന്നും മഹേശ്വരൻ, വീരവിക്രമനായി വാഴുക വിശ്വം ജയിച്ചു നീ. ഇന്ദ്രൻ, ശസ്ത്രങ്ങൾ ഏതിനാലും നിൻ ഗാത്രത്തിൽ ബാധിക്കാതെ ഇരിക്കട്ടെ എന്നും ആശീർവദിച്ചു. വായുഭഗവാൻ സന്തോഷത്തോടെ കുഞ്ഞു ഹനുമാനെ ചേർത്തു പിടിച്ചു. ദേവകൾ സമാധാനമായി സ്വർഗലോകത്തിലേക്ക് തിരിച്ചുപോയി.